ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശ്രീലക്ഷ്മി ആൻഡ് നമ്മുടെ ചാനലിൻ്റെ പേരാണ് ഗ്ലിറ്റർ പിക്സി. നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കുറെ നാൾക്ക് മുമ്പ് യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ഒരു പീൽ ഓഫ് മാസ്ക് പാർവതി കൃഷ്ണയുടെ പീൽ ഓഫ് മാസ്ക് ആയിരുന്നു. കുറെ പേര് ട്രൈ ചെയ്ത് നോക്കി, എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ആ ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. എനിക്ക് ആക്ച്വലി പീൽ ഓഫ് മാസ്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഫേസ് പാക്ക് കിടത്തില്ലേ, അതിനെക്കാട്ടി കുറച്ചുകൂടി റിസൾട്ട് കൂടുതൽ കിട്ടുന്ന പീൽ ഓഫ് മാസ്കിലൂടെ. കാരണം ബ്ലാക്ക് ഹെഡ്സ് പോകും, നമ്മുടെ ഫേഷ്യൽ ഹെയർസ് കുറച്ച് പോകും, നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഷീറ്റ് മാസ്കും ഇഷ്ടമാണ്. സോ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വൈറലായിട്ടുള്ള പീൽ ഓഫ് മാസ്ക് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയാണ്. മുട്ടയുടെ വെള്ള മാത്രം മതി നമുക്ക്. സോ നമുക്ക് ഈ മുട്ടയിൽ നിന്നും മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അതിവിദഗ്ധമായി ഒരു മുട്ടയിൽ നിന്നും മുട്ടയുടെ വെള്ള വേർതിരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞ ചാടിയിട്ടുണ്ട് ഇതിനകത്തോട്ട്, പക്ഷെ കുഴപ്പമില്ല, തുള്ളി മാത്രമേ ചാടിയിട്ടുള്ളൂ. സോ നമുക്കിതിൽ ഇനി ആഡ് ചെയ്യേണ്ടത് കാപ്പിപ്പൊടിയാണ്. നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. കാപ്പിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാവേ, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പിപ്പൊടി. നല്ല റിസൾട്ട് കിട്ടും കാപ്പിപ്പൊടിയൊക്കെ ഇടുമ്പോൾ. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് കസ്തൂരി മഞ്ഞൾ. ഇത്തിരി മാത്രം ഇട്ടാൽ മതി കസ്തൂരി മഞ്ഞൾ. ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഗൈസ്, നമുക്കിത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഫേസ് വാഷ് ചെയ്യണം. പാക്ക് ഇടുന്നതിന് നമുക്ക് ഫേസ് വാഷ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖത്ത് ആവി കൊണ്ടിട്ട് മീൻസ് ഫേസ് വാഷ് ചെയ്തിട്ട് മുഖത്തൊക്കെ ആവി കൊള്ളാം. അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ തുണി ഡിപ്പ് ചെയ്തിട്ട് തുണി ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോസൊക്കെ ഓപ്പൺ ആവും. അതിനൊന്നും എനിക്ക് വയ്യ, എൻ്റെ മടി. സോ നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. ഇനി നമുക്ക് ഈ മൂക്കത്ത് നൈസായിട്ട് ഊരാം. എൻ്റെ മൂക്കിൻ്റെ അവസ്ഥ ഇതാണ് കേസ്. ഇതെന്താ ഇങ്ങനെ റെഡായിട്ടിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പം എൻ്റെ മുഖം ആദ്യം കാണിച്ചു തരാം. ബിഫോർ ഇവിടെയൊക്കെ നല്ലതായിട്ടും മറ്റേ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. ബ്ലാക്ക് ഹെഡ്സ് നിങ്ങൾക്ക് കാണാമല്ല, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട്. മൂക്കുത്തിട്ടേക്കുന്നതുകൊണ്ടേ ഇവിടെയൊക്കെ പാക്ക് ഇടുമ്പം എന്തോ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും പോകുന്നില്ല ഇവിടുത്തെ. ഈ സൈഡ് പിന്നെയും കുഴപ്പമില്ല. ഇവിടെ കണ്ടോ. സോ പാക്ക് ഇടുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടെ വേണം, ടിഷ്യൂ പേപ്പർ. നമുക്ക് ഈ ഒരു പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ എങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. സോ നമുക്ക് നേരെ പാക്ക് ഇടാൻ പോകാം. പാക്ക് ഇങ്ങനെ ഇടുമ്പോഴേ കുറച്ച് നേരം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തോളാണ്. കാരണം അയ്യോ താഴെ പോയില്ല, കാരണം പിന്നെ നമുക്ക് മസാജ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. സോ ഗൈസ്, ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫേസിൽ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. ഗസ്, ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മോഡ് നമുക്ക് ഒരു ലെയറോടെ തെച്ചു കൊടുക്കാം. ഓക്കെ ഗേസ്, അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞേക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇത് പീൽ ഓഫ് ചെയ്യാവൂ. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ ഞാനൊരു നന്നായിട്ട് ട്രൈ ചെയ്തതിന് ശേഷം പീൽ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എൻ്റെ നെറ്റിയിൽ ആ പീൽ ഓഫ് ചെയ്യുന്ന ഭാഗത്തും പീൽ ചെയ്യാത്ത ഭാഗത്തും കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഒരു നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ടായിരുന്നു ഫേസ്. പിന്നെ നിങ്ങൾ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പിരികത്തിൻ്റെ ഏരിയയും പിന്നെ നിങ്ങളുടെ ആ ഒരു മൗത്തിൻ്റെ ഏരിയയും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം പീൽ ചെയ്യുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഞാൻ പിന്നെ ആ പിരികത്തിൻ്റെ അടുത്തൊക്കെ കഴുകി കളയുക ചെയ്തത്. കാരണം പീൽ ചെയ്യുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. അത് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അത് മാത്രമേ എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ ഭയങ്കര റിസൾട്ടാണ് ഗസ്. ബ്ലാക്ക് ഹെഡ്സ് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ഒരു നോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ബ്രൈറ്റൻ മാത്രമല്ല സോഫ്റ്റും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എനിക്ക് ഫീൽ ചെയ്തു. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഒരു ഇൻസ്റ്റൻറ്റ് പ്ലസ് ഒരു ഗ്ലോ കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു.
പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം തോന്നിയ മൂക്കാണ്. നിങ്ങൾ ബിഫോർ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ മുട്ടയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഒരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ടാറ്റാ ഗൈസ്.